A very good morning, one and all, and we are going to the next session of business management. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. എല്ലാവരും ക്ലാസ്സുകളൊക്കെ കേൾക്കുക. നിങ്ങൾക്ക് ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ക്ലാസ്സുകൾ ഇട്ട് തരുന്നത്. ടൈം ടേബിളിൽ യാതൊരു വ്യത്യാസവും വരുത്താതെ കറക്റ്റ് അതാത് ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കേൾക്കുക. സോ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ അവസാനം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് അവസാനം നിങ്ങൾ എക്സാം എടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, കഷ്ടപ്പെടുക. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല. നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ എക്സൽ പബ്ലിക്കേഷൻ്റെ ബുക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഡോക്ടർ PA ദാമോദരൻ ആൻഡ് പ്രൊഫസർ UV ആൻ്റണി, 2 ഓതേഴ്സ് കൂടി എഴുതിയിട്ടുള്ള എക്സൽ പബ്ലിക്കേഷൻ്റെ ബിസിനസ് മാനേജ്മെൻറ്റ് ബുക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഇത് ആണ് ആ ബുക്ക്. ഓക്കെ, ദെൻ ബുക്ക് എല്ലാവരും വാങ്ങാനായിട്ട് ശ്രമിക്കുക. ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. സോ ബുക്കുകളെല്ലാവരും വാങ്ങാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ വീട്ടിലിരുന്നിട്ടാണ് ക്ലാസ്സുകൾ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ്ലി അത് അനലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എത്ര പേരുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഇല്ല എന്നുള്ളത്. പ്രത്യേകിച്ചും തിയറി പോർഷൻ ആയതുകൊണ്ട്. പ്രോബ്ലം പേപ്പറൊക്കെ ആണെങ്കിൽ പ്രോബ്ലംസ് ചെയ്യാനെങ്കിലും ടെക്സ്റ്റ് ബുക്ക് കുട്ടികൾ വാങ്ങിക്കും. തിയറി പേപ്പർ ആകുമ്പോൾ ചിലപ്പോൾ വാങ്ങിയെന്ന് വരില്ല. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും തന്നെ, ഒരാൾക്ക് പോലും ഇതില്ല, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. നമ്മളിപ്പോൾ ആ സിലബസിൻ്റെ ഏകദേശം 3ാമത്തെ മൊഡ്യൂൾ തൊട്ടിട്ടാണ് ഞാനെടുത്ത് തുടങ്ങിയിട്ടുള്ളത്. വേറെ മിസ്സ് ആദ്യത്തെ പാർട്ട് തൊട്ട് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാം. സോ 2 പാർട്ടും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. Okay, then we can go to the next topic. And in the previous class നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, എന്താണ് ഗ്ലോബലൈസേഷനിലൂടെ ഹോസ്റ്റ് കൺട്രീസിന് ഉണ്ടാകാവുന്ന ലാഭങ്ങൾ എന്തൊക്കെയാണ് ആൻഡ് ലിമിറ്റേഷൻസ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തത്, പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോക്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റർനാഷണൽ എത്തിക്കൽ ബിസിനസ് എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പോണേ, പഠിക്കാൻ പോണേ. കോക്സ് പ്രിൻസിപ്പിൾസ് ഫോർ ഇൻ്റർനാഷണൽ എത്തിക്കൽ ബിസിനസ്. എന്താണ് കോക്സ് പ്രിൻസിപ്പിൾസ്, എന്തിനാണ് കോക്സ് പ്രിൻസിപ്പിൾസ് നിലവിൽ വന്നത്, കോക്സ് പ്രിൻസിപ്പിൾസ് ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ എന്നുള്ളതാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. ഏകദേശം 1970s ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു കോഡൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ചും MNCകൾ ഗ്ലോബലൈസേഷൻ ഉണ്ടായതോടുകൂടി ഒരുപാട് ഇഷ്യൂസ്, രാജ്യങ്ങൾ തമ്മിലുള്ള ഒരുപാട് ഇഷ്യൂസ് നിലവിൽ വന്നതുകൊണ്ട് ഓരോ ബിസിനസ്സും കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും MNC ബിസിനസ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തൊക്കെ എത്തിക്കൽ പ്രാക്ടീസുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് എന്ന് ഓരോ ബിസിനസ് കൺസേൺസിനും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പാകത്തിനുള്ള എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടി സൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിൽ വന്നിട്ടുണ്ട്. അതേസമയം 1970കളിൽ അത് നിലവിൽ വന്നെങ്കിൽ കൂടി ഏകദേശം ഒരു 2000 ആകുന്നത് വരെ, അല്ലെങ്കിൽ ഒരു 1995 ആകുന്നത് വരെ കാര്യമായിട്ടുള്ളൊരു പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു എഫക്റ്റുകളും ഈ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് കണ്ടക്റ്റ് കൊണ്ട് എടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ ഏകദേശം ഒരു 1986 കൂടിയിട്ട് പ്രാബല്യത്തിൽ വന്ന കോക്സ് റൗണ്ട് ടേബിൾ എന്ന് പറയുന്ന ഒരു സംരംഭം, കോക്സ് റൗണ്ട് ടേബിൾ എന്ന് പറയുന്ന ആ ഒരു സംരംഭമാണ്. അത് കോക്സ് റൗണ്ട് ടേബിളിൻ്റെ ഫൗണ്ടറായിട്ടുള്ളത് ഫ്രെഡറിക് ഫിലിപ്സ് എന്ന് പറയുന്ന നമ്മുടെ ഫിലിപ്സ് ഇലക്ട്രിക്കൽസിൻ്റെ
ഫൗണ്ടറാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറാണ് എന്തിൻ്റെ ഫൗണ്ടറായിട്ട് മാറിയത്, കോക്സ് റൗണ്ട് ടേബിളിൻ്റെ ആ ഒരു പ്രൊപ്പൗണ്ടറായിട്ട് മാറിയിട്ടുള്ളത്. എന്താണ് കോക്സ് റൗണ്ട് ടേബിൾ? കോക്സ് റൗണ്ട് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മിനിസ്ട്രി ഓർ ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ ഓഫ് മെനി എക്സിക്യൂട്ടീവ് ആൻഡ് പ്രോമിനൻ്റ് ബിസിനസ് പേഴ്സൺസ്. പ്രോമിനൻ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ബിസിനസ് പേഴ്സൺസിൻ്റെ ഒരു കൂട്ടായ്മ. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കോക്സ് റൗണ്ട് ടേബിൾ എന്ന് വിളിക്കുന്നത്. കോക്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെയാണ് ആദ്യമായിട്ട് ഈ കോക്സ് റൗണ്ട് ടേബിൾ മീറ്റിംഗ് എന്ത് ചെയ്തത്, ഈ ബിസിനസ് എക്സിക്യൂട്ടീവ്സിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യപ്പെട്ടത്. ആ മീറ്റിങ്ങിലാണ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എന്ത് ചെയ്തത്, ഫോർമുലേഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ അതിന് രൂപീകരണം ഉണ്ടായത്. ആൻഡ് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് എത്തിക്സിന് ചുവട് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിനാണ് ഈ കോക്സ് റൗണ്ട് ടേബിൾ ഗൈഡ് ലൈൻസ് എന്ത് ചെയ്തിട്ടുള്ളത്, നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ടും ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് എത്തിക്സും അതോടൊപ്പം തന്നെ ഈ ഒരു കോക്സ് റൗണ്ട് ടേബിൾ ഗൈഡ് ലൈൻസും നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇൻ്റർനാഷണൽ കോഡ് ഓഫ് എത്തിക്സിനെ കുറിച്ച് നമ്മളിവിടെ നിങ്ങളുടെ സിലബസിൽ വിപുലമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. അതിന് പകരം കോക്സ് റൗണ്ട് ടേബിൾ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ആ ഗൈഡ് ലൈൻസിനെ നമ്മൾ കോക്സ് പ്രിൻസിപ്പിൾസ് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ഫൗണ്ടർ ആരായിരുന്നു, ഫ്രെഡറിക് ഫിലിപ്സ്. ഫിലിപ്സ് ഇലക്ട്രിക്കൽസിൻ്റെ പിതാവായിട്ടുള്ള ഫ്രെഡറിക് ഫിലിപ്സ് ആണ് എന്തിൻ്റെ പ്രൊപ്പൗണ്ടർ, കോക്സ് റൗണ്ട് ടേബിളിൻ്റെ പ്രൊപ്പൗണ്ടർ. ആൻഡ് കോക്സ് റൗണ്ട് ടേബിളിൽ ബിസിനസ് എക്സിക്യൂട്ടീവ്സിൻ്റെ ഒരു കൂട്ടായ്മയാണുള്ളത്. അവർ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഇഷ്യൂസ്, സ്വന്തം കമ്പനികളിലുള്ള ഇഷ്യൂസ് ചർച്ച ചെയ്ത് അവർ ഓരോരോ ഗൈഡ് ലൈൻസ് പാസ്സാക്കുകയും അത് മറ്റുള്ള MNCകളിൽ അത് പ്രാബല്യത്തിൽ വരാനായിട്ട് അവർ പ്രയത്നിക്കുകയും ചെയ്തു. ഒരുപാട് വിജയം അതിനുണ്ടായി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. ആൻഡ് സോ യു ഹാവ് ടു സ്റ്റഡി വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് കോക്സ് റൗണ്ട് ടേബിൾ ഓർ CRT. കോക്സ് റൗണ്ട് ടേബിളിന് നമ്മൾ ചുരുക്കി പറയുന്ന പേരാണെന്ത്, CRT. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ CRT എന്നാവും വരിക, CRT ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ CRT പ്രിൻസിപ്പിൾസ് എന്നാവും വരിക. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. CRT മീൻസ് കോക്സ് റൗണ്ട് ടേബിൾ, അത് ശ്രദ്ധിക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ വൺ ബൈ വൺ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് principles of Cox round table or CRT principles, and they are 23 in number. 23 പ്രിൻസിപ്പൽസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. 23 എന്നുള്ള നമ്പർ കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ടുള്ള, നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന 23 പ്രിൻസിപ്പൽസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ആൻഡ് അതിൽ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Ethical business should emphasize the stakeholders more than the shareholders. Ethical businesses should emphasize the stakeholders more than the shareholders. ഇപ്പോൾ രണ്ട് വാക്ക് നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ് അല്ലേ, ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു എത്തിക്കൽ ബിസിനസ് ആണെങ്കിൽ they should concentrate more on stakeholders than on shareholders. ഷെയർഹോൾഡേഴ്സിന് പ്രാതിനിധ്യം കൊടുക്കുന്നതിനേക്കാളും അധികം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും അധികം ആർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. സോ എന്തുകൊണ്ടായിരിക്കും ആ ഒരു പ്രിൻസിപ്പിളിലേക്ക് വരാൻ കാരണം? മോസ്റ്റ് ഓഫ് ദി കമ്പനീസ്, മോസ്റ്റ് ഓഫ് ദി MNCs were limited their activities towards the benefit of their own shareholders. Then the other stakeholders they always suffers from some serious setbacks from the companies. ആൻഡ് ആ ഒരു വെളിച്ചത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ആര് പാസ്സാക്കിയത്, CRT പാസ്സാക്കിയത്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക, ബാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കറിയാം, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഷെയർ ഹോൾഡേഴ്സിന് പുറമെ കമ്പനിയിൽ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ, അതായത് നമ്മുടെ സപ്ലയേഴ്സ്, ഡെറ്റേഴ്സ്, നമ്മുടെ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചുകൊണ്ടുവന്ന കൺസ്യൂമേഴ്സ്, എംപ്ലോയീസ്, ഇവരൊക്കെ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അപ്പോൾ നമ്മൾ വെൽഫെയർ എന്ന് പറയുന്നത് ഷുഡ് ബി ടു ഓൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നോട്ട് ഓൺലി ഷുഡ് ബി ലിമിറ്റഡ് ടു ദി
സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതാണ് അവിടെ പറയുന്ന ആദ്യത്തെ പ്രിൻസിപ്പിൾ. ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം നോക്കിയാൽ പോരാ, എല്ലാവരെയും നോക്കണം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദാറ്റ് we should take into serious consideration the economic and social impact of business on the world community. We should analyze ചെയ്യണം. ഒരു ബിസിനസ് കൺസേണിനെ സംബന്ധിച്ചിടത്തോളം, മൾട്ടിനാഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം we should analyze the various social, political, economical effects of that particular MNC on other companies. ആ ഒരു എന്താ പറയുക എഫക്റ്റ്, എക്കണോമിക്കൽ എഫക്റ്റ് എത്രത്തോളം ഉണ്ടാവും, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എഫക്റ്റുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും, അതുപോലെ തന്നെ സോഷ്യൽ ഇമ്പാക്റ്റ് എങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, ഒരു MNC സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാവുന്ന ആ ഒരു എത്തിക്കലായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ബിസിനസ്സിലേക്ക് ബിസിനസ്മാൻ എന്ത് ചെയ്യാവൂ, പോകാൻ പാടുള്ളൂ. സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ സജസ്റ്റഡ് ബൈ MNC. ആൻഡ് തേർഡ് വൺ ഈസ് ദാറ്റ് rising above rules and regulations, ethical business should inculcate a spirit of trust. Spirit of trust. Always these ethical businesses or globalization, even if they are globalized businesses, they should conduct all transactions in an ethical manner. At the same time, they should be in a position to inculcate a spirit of trust. And what do you mean by inculcating? Inculcating means growing and എന്താ പറയുക, അത് ആ ഒരു വളർത്തുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ഒരു സ്പിരിറ്റ് ഓഫ് ട്രസ്റ്റ് വളർത്താൻ പാകത്തിന്, ആ സ്പിരിറ്റ് ഓഫ് ട്രസ്റ്റിനെ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു എത്തിക്കൽ അറ്റ്മോസ്ഫിയർ ആയിരിക്കണം എന്തിലൂടെ ഉണ്ടാകേണ്ടത്, ഗ്ലോബലൈസേഷനിലൂടെ ഉണ്ടാക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് അടുത്ത പ്രിൻസിപ്പിളിൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, നോ ഡൗട്ട് laws should be obeyed. Laws should be obeyed. And which law should be obeyed? Each and every law existing in our country and in the host country should be obeyed. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അമേരിക്കയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ പറയുക ആക്റ്റുകൾ, അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോസ്, അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പാലിക്കേണ്ടി വരും. നമ്മൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയുടെ റൂൾസ് റെഗുലേഷൻസ് മാത്രമേ എന്താ പറയുക അനുസരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ പോയിട്ട് ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അമേരിക്കയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ച് ഇങ്ങോട്ട് പോരേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ഏത് തരം റൂളുകളായാലും, ഏത് തരം ലോസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യപ്പെടണം, ഒബേ ചെയ്യപ്പെടണം. അതെവിടെയായാലും നമ്മൾ എന്ത് ചെയ്യണം, ഒബേ ചെയ്യേണ്ടതാണ്. ചെയ്തില്ലെങ്കിൽ യു ഷുഡ് ഹാവ് ടു സഫർ ദ സീരിയസ് എന്താ പറയുക സീരിയസ് എഫക്ട്സ് ഓഫ് ദിസ് ഡിസൊബീഡിയൻസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ്, അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്, ethical business should wholeheartedly support multinational trade organization or MNCs. ഒരു ethical business എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ wholehearted support to MNC. wholehearted support means അവിടെ എന്താ പറയുക ഭയങ്കര കർശനമായിട്ടുള്ള രീതികളോ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള നയങ്ങളോ ആർക്കുണ്ടാവാൻ പാടില്ല, രാജ്യങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നിയമങ്ങൾ പാസ്സാക്കുന്ന സമയത്ത് എല്ലാ MNCകളെയും എല്ലാ MNC ട്രേഡിങ്ങിനെയും സപ്പോർട്ട് ചെയ്യാൻ പാകത്തിന്, അതിനെ ഡെവലപ്പ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതിനനുസരിച്ചിട്ടുള്ള ഒരു നിയമങ്ങൾ പാസ്സാക്കാനായിട്ട് നമ്മുടെ രാജ്യവും അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യേണ്ടതാണ്, നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ്, ആറാമത്തെ പ്രിൻസിപ്പിൾ, ethical business should show utmost respect for the environment. Environment is a most important thing for the life of humans and also other biodiversities.
ഓക്കെ. മനുഷ്യന്മാർക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കേണ്ടത്, മറ്റുള്ള ജന്തുക്കൾക്കും ജീവികൾക്കും ഒക്കെ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. വെള്ളത്തിനെ മലിനപ്പെടുത്താനോ വായുവിനെ മലിനപ്പെടുത്താനോ ഒന്നും തന്നെ നമുക്ക് എന്തില്ല, അവകാശമില്ല. അത് MNCകളായാലും എന്ത് ഗ്ലോബലൈസേഷൻ ഉണ്ടായാലും അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. സോ അറ്റ്മോസ്റ്റ് കെയർ ഷുഡ് ബി ഗിവൺ ടു അവർ എൻവയോൺമെൻറ്റ്. സോ ദാറ്റ് ഈസ് ethics. Even in globalization, we should promote ethical practices and we should avoid pollutions, any type of pollutions. നമുക്ക് എത്രത്തോളം കഴിയുമോ അത്ര കണ്ട് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ശ്രമിച്ചിരിക്കണം. അപ്പോൾ എൻവയോൺമെൻ്റ് ആണ് എല്ലാം, അല്ലേ? അതില്ലാതെ നമുക്ക് ഒരു തരത്തിലുള്ള ബിസിനസ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ സാധിക്കില്ല. സോ ദാറ്റ് ഈസ് ദ 6th principle. 7th one is that ethical business should provide quality products and services at reasonable prices. ഇതെല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന ഒരു ബിസിനസ്മാൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു കർത്തവ്യമാണ് എന്തെന്ന് പറയുന്നത്, ഗീവ് റൈറ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് ടു ദ കസ്റ്റമേഴ്സ് ആൻഡ് അറ്റ് റീസണബിൾ പ്രൈസസ്. And even at globalization and at the same time if we are doing ethical business ചെയ്യുകയാണെങ്കിലും MNCകളാണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണെങ്കിലും എന്ത് അത്യാവശ്യമാണ്, നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഒരു പ്രിസംഷൻ, അതായത് ക്വാളിറ്റി പ്രോഡക്ട്സ് റീസണബിൾ പ്രൈസിൽ കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംവിധാനമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് 8th പ്രിൻസിപ്പിൾ, ഗ്രേറ്റ് കെയർ ഷുഡ് ബി ടേക്കൺ ടു മിനിമൈസ് കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ. ഗ്രേറ്റ് കെയർ ഷുഡ് ബി ടേക്കൺ ടു മിനിമൈസ് കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ. Whenever we are trying to increase the customer's satisfaction, customer's delight and all these things, we are trying to mitigating and we are trying to minimizing the customer dissatisfaction. If a single customer dissatisfies in our product, our complete identity and complete goodwill will get affected. And so we should be very careful in a minute and a single dealing or transaction, so that we can ensure goodwill, at the same time great identity to our organization. So that's the 8th principle. And the next one is avoid at all cost. Please listen the various concepts given here. Avoid at all cost bribery. And the next one is money laundering. Next one is terrorism. And the next one is drug trafficking. These are the 4 important negative aspects given here. The first one is bribery. And what do you mean by bribery? കൈക്കൂലി കൊടുക്കുക, അല്ലെ? എന്ത് നിസ്സാര കാര്യമാണെങ്കിലും കൈക്കൂലി കൊടുത്ത് പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന രീതി. സോ അങ്ങനെ നടപ്പിലാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അത് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ, അല്ലേ? അപ്പോൾ അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല, അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. Likewise, money laundering. And what do you mean by money laundering? Money laundering is a process by which we are acquiring maximum money through various fraudulent activities, and this money is divided among persons, and they are utilizing it for various purposes. So this is called as money laundering. And money laundering should not be there. Any type of money laundering by doing some criminal activities, all this smuggling ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കൊള്ളയോ കൊലപാതകങ്ങളോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നും പൈസ ഉണ്ടാക്കുക, ആ പൈസ നമ്മൾ ഷെയർ ചെയ്യുക, അതിനോടനുബന്ധിച്ച് നമ്മൾ കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യുക. സോ ഇതൊക്കെയാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്ന സമ്പ്രദായം. ഇപ്പോൾ ബ്രൈബറി ഉണ്ടാവാൻ പാടില്ല, മണി ലോണ്ടറിങ് ഉണ്ടാവാനായിട്ട് പാടില്ല. ടെററിസം, നമുക്കറിയാം, ഭീകരപ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിനെതിരായോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കെതിരായോ ഉള്ള, പ്രത്യേകിച്ചും ഗ്ലോബലൈസേഷനിൽ അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലേ? ചിലപ്പോൾ ഒരു ബിസിനസ് എന്ന് പറഞ്ഞ് വളരെ നല്ല രീതിയിൽ വരികയും അതേസമയം പിന്നീട് അവരുടേതായിട്ടുള്ള ചില ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ചിലപ്പോൾ ബോംബുണ്ടാക്കാനും വെപ്പൺസ് ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലുള്ള ബിസിനസ്സിൻ്റെ ആ ഒരു മറ അവരെന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ. അതുപോലെ ഡ്രഗ് ട്രാഫിക്കിംഗ്,
ഡ്രഗ് ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സിൻ്റെ മയക്കുമരുന്നുകളുടെ കടത്തൽ, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സുഗമമായിട്ടുള്ള സഞ്ചാരം ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് ചിലപ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്നത് ചില മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ്റിനോ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വരാം. അപ്പം അങ്ങനെയുള്ള മാൽ പ്രാക്ടീസുകൾ ഒന്നും തന്നെ ഫോളോ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് CRT തരുന്ന വേറൊരു ഗൈഡ് ലൈൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് 10th ഗൈഡ് ലൈൻ, ensure customer health and safety. Whenever we are producing goods and services to the customers, the safety and health of the customers should be given the most and should be given the prime importance. കസ്റ്റമറുടെ ഹെൽത്ത് തന്നെയാണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ആരോഗ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഒരു വസ്തുക്കളായ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന സമയത്തായാലും സർവീസ് അവൈൽ ചെയ്യുന്ന സമയത്താണെങ്കിലും കസ്റ്റമേഴ്സാണ് ഇമ്പോർട്ടൻ്റ്. അവരുടെ ഹെൽത്തിന്, ആരോഗ്യത്തിന് ഒരു ക്ഷയവും ഉണ്ടാക്കാത്ത രീതിയിലുള്ള പ്രൊഡക്ട്സുകൾ, സർവീസുകളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് 11th പ്രിൻസിപ്പിൾ, ethical businesses should insist on ensuring human dignity in their products and services. Human dignity ഇത് ഉപയോഗിക്കുന്നത് മനുഷ്യജീവനുകളാണെന്നും ഒരു മനുഷ്യജീവന് കൊടുക്കേണ്ട വില എന്താണോ അതാണ് എത്തിക്സ്. മനുഷ്യജീവന് കൊടുക്കേണ്ട വില എന്താണോ അത് കൊടുക്കണം എന്നുള്ളത്, അത് അവർ മൃഗങ്ങളല്ല എന്നുള്ളതും അവർക്ക് ഏത് പ്രൊഡക്റ്റ് കൊടുത്താലും അവർ വാങ്ങി ഉപയോഗിച്ചോളും എന്നുള്ള ഒരു ധാരണ ഒരിക്കലും കമ്പനികൾക്ക്, ഓർഗനൈസേഷനുകൾക്ക് ഉണ്ടാവാൻ പാടില്ല. മനുഷ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഉത്തമമായിട്ടുള്ള സൃഷ്ടികളാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് അവരെ ഒരിക്കലും നമ്മൾ അവർക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെയോ അവരുടെ എന്താ പറയുക ഐഡൻറ്റിറ്റിയെയോ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു തരം പ്രോഡക്റ്റുകളും സർവീസുകളും അവർക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. ആൻഡ് 12th നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, കസ്റ്റമർ ഈസ് കിങ്, സോ ഡ്യൂ റെസ്പെക്ട് ഫോർ കസ്റ്റമേഴ്സ് കൾച്ചർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. കസ്റ്റമറാണ് ആര്? കിങ്. കസ്റ്റമറാണ് രാജാവ്, നമുക്കൊന്ന് നേരത്തെ അറിയാം അല്ലേ. സോ രാജാവിന് കൊടുക്കേണ്ട, കസ്റ്റമർക്ക് കൊടുക്കേണ്ട എല്ലാ റെസ്പെക്റ്റുകളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ബഹുമാനവും എല്ലാ തരത്തിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനും കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് അവിടെ പറയുന്ന. ഒരിക്കലും അയാളുടെ ഇൻറ്റഗ്രിറ്റിയെയോ അയാളുടെ പേഴ്സണാലിറ്റിയെയോ ചോദ്യം ചെയ്യുന്ന രീതിയിലൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് 13th one is, for the workmen good working conditions should be provided. For the workmen, that means for the employees, good working conditions, നല്ല വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് യു നോ what are working conditions? Good salary should be provided, good environment should be provided, recreational facility, refreshment facilities should be arranged for the employees. And sometimes certain type of insurance schemes will be enabled in the name of employees. Group insurance scheme, like sometimes provident fund and all those things, gratuities, all those measures are taken by the employers for the welfare of employees. So like good things should be there for the welfare of employees, and good environment should be created. Working environment should be adequate ventilation should be there in the factory, adequate lighting should be there in the factory, adequate furnishings should be there in the factory. All these are supporting good environment for the employees. And the next principle is that 14th one, emphasis on employees health and hygiene. കൺസ്യൂമേഴ്സിൻ്റെ ഹെൽത്തിനും ഹൈജീനിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ നമ്മൾ ആരുടെ ഹെൽത്തിനും ഹൈജീനിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം? നമ്മുടെ എംപ്ലോയീസിൻ്റെ adequacy or അവൈലബിലിറ്റി ഓഫ് ഗുഡ് ഹൈജീൻ സിസ്റ്റം, നല്ല രീതിയിലുള്ള ബാത്റൂമുകൾ, ടോയ്ലറ്റ്സ് അവൈലബിൾ ആയിരിക്കണമെന്ന് ഉള്ള നിർദ്ദേശം. അതായത് അവരുടെ ഹൈജീനിനെ അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള രീതികളും എന്ത് ചെയ്യാൻ പാടില്ല, ഓർഗനൈസേഷനുകളിൽ ഉണ്ടാവാൻ പാടില്ല. സോ ദാറ്റ് ഈസ് ദ 14th പ്രിൻസിപ്പിൾ. And 15th one is that ethical business should be free and fair in all dealings, protecting classified information.
Ethical business should be free and fair in all dealings. They should be transparent in their dealings. There should not be any secrets in their dealings. സീക്രട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ആവുന്നതും ട്രാൻസ്പെറൻ്റ് ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. സോ that is the 15th principle. And 16th one is employee grievances should be promptly addressed and their suggestions are always to be considered. എംപ്ലോയീസിൻ്റെ ഗ്രീവൻസ് രേഖപ്പെടുത്താനുള്ളൊരു സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം, ഒരു മെക്കാനിസം ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ഫസ്റ്റ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ മാർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കണം. ആൻഡ് ആഫ്റ്റർ ഐഡൻറ്റിഫിക്കേഷൻ ഇറ്റ് ഷുഡ് ബി റീഡ്രസ്ഡ്. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റീഡ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ 17th principle is that disputes and conflicts should be replaced with negotiations and amicable settlements, always trying to avoid legal measures. And certainly there may be some type of arguments and some types of conflicts inside the business concern itself, sometimes between the management and the employees. And അത് അങ്ങനെ എന്താ പറയുക, ആർഗ്യുമെൻ്റ് ആയിട്ട് നിൽക്കാതെ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകളായിട്ട് നിൽക്കാതെ ഷുഡ് ബി സോൾവ്ഡ് ത്രൂ amicable മെഷേഴ്സ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഷേഴ്സ് വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. അല്ലാതെ അതിനെ വെറുതെ കോൺഫ്ലിക്റ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, നിലനിർത്താനായിട്ട് പാടില്ല. ആൻഡ് വി ഷുഡ് ടേക്ക് ദാറ്റ് മച്ച് നെഗോഷിയേഷൻസ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടത്തി എല്ലാവരെയും വിളിച്ചു കൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരുടെ അടുത്തുനിന്ന് അഭിപ്രായങ്ങൾ ശേഖരിച്ച് ഇട്ടൊക്കെ വേണം. അതിനെയാണ് നമ്മൾ നെഗോഷിയേഷൻസ് എന്ന് പറയുക. പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് ഉള്ള തീരുമാനത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം, എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നോ പ്ലേസ് ഫോർ ഡിസ്ക്രിമിനേഷൻ ഓഫ് all sorts with the employees. The employees should not be discriminated. Discriminate ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താർത്ഥം, വേർതിരിവ് കാണിക്കുക അല്ലേ. ചില ആൾക്കാരെ നല്ലതായിട്ട് ട്രീറ്റ് ചെയ്യുക, ചിലരെ വളരെ മോശമായിട്ട്, ചിലപ്പോൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അതേസമയം അവരോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന അവസ്ഥ ഉണ്ടായിരിക്കരുത്. എല്ലാവരെയും നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഗിവൺ ബൈ ഹെൻറി ഫയോൾ. ആൻഡ് എന്തായിരുന്നു ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ? ദാറ്റ് ഈസ് ഇക്വിറ്റി മീൻസ് ഈക്വൽ കൺസിഡറേഷൻ ടു all means all types of employees. എല്ലാവരെയും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം എന്നുള്ളതാണ് CRT നമ്മളോട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് 19th principle is that no place for discrimination. And 19th one is that, prime importance to principles of ergonomics in factories and workplace. Ergonomics, and what do you mean by ergonomics? And it's a mixture of mathematics and economics. And when we are doing each and every transaction and each and every activity in a business organization, it should be calculated very well. And sometimes we may have to use mathematical equations, formulas, statistical measures, graphs, diagrams, and all these things to find out an economical problem or to solve an economical problem. And that particular type of economics is known as ergonomics. And the technology of ergonomics can be used to bestly solve all these type of economical problems in a business organization. It's a suggestion by Croc's Roundtable. And the next one is that 20th principle is that employees' knowledge and skill to be updated through modern means. And as far as possible, we should not be that much conservative and we should not be that much traditional, and we should have the maximum knowledge of currently and recently available technologies. And our employees should also be given the chance, or they should also be given such type of seminars and classes to make them updated in their own field, especially in technology. Technologyയിൽ maximum updation കൊടുക്കാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ അത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് 21st principle is that tackle employee problems with tact and openness. Tackle means
പരിഹരിക്കുക. ടാക്ലിംഗ് എംപ്ലോയീസ് പ്രോബ്ലംസ് വിത്ത് ടാക്ട്. ആൻഡ് വാട്ട് യു മീൻ ബൈ ടാക്ട്? ടാക്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? തന്ത്രപരമായി, വളരെ തന്ത്രപരമായി എംപ്ലോയീസിനെ സമീപിക്കാനും അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രമിക്കണം. വിത്ത് ടാക്ട്. ആൻഡ് ടാക്ട് മാത്രമല്ല, കുതന്ത്രം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും എംപ്ലോയീസ് നമ്മുടെ അടുത്തേക്ക് വരില്ല. അതിന് പകരം കുറച്ചും കൂടി തന്ത്രം വേണം, അതേസമയം ഓപ്പണായിട്ട് ചെയ്യണം. ഓപ്പൺനെസ്സും അതോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണം. അവരെ എന്താ പറയുക, പറ്റിക്കാനുള്ള ഉദ്ദേശത്തോട് കൂട്ടിയിട്ട് നമ്മൾ ടാക്ട്ഫുൾനെസ് എന്ത് ചെയ്യാൻ പാടില്ല, കാണിക്കാൻ പാടില്ല. സോ ഒരു ഓപ്പൺനെസ്സും അതോടൊപ്പം തന്നെ ടാക്ട്ഫുൾനെസ്സും അത് രണ്ടും കൂടി ഒരുമിച്ച് എംപ്ലോയീസിൻ്റെ അടുത്ത് പ്രയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ആൻഡ് 22nd പ്രിൻസിപ്പിൾ ഈസ് എൻഷുവർ ഫെയർ റിട്ടേൺസ് ടു ദി ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് ഫെയർ റിട്ടേൺസ്. ഹു ആർ ഇൻവെസ്റ്റേഴ്സ്? ആരാ ഇൻവെസ്റ്റേഴ്സ്? Investors means the persons who are investing in our business concerns in various shares, at the same time various types of securities issued by our concern. നമ്മുടെ കൺസേൺ ഇറക്കുന്ന ഷെയറുകൾ, അതുപോലെ തന്നെ ഡിബഞ്ചറുകൾ, അതുപോലുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റേഴ്സ്. ഒരിക്കലും അവരെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ഡിസാറ്റിസ്ഫൈ ചെയ്യാൻ പാടില്ല. ഇൻവെസ്റ്റേഴ്സിന് മാക്സിമം നമുക്കറിയാം എപ്പോഴാണ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അവർക്ക് ഡിവിഡൻഡ് കിട്ടുന്ന സമയത്ത് കിട്ടണം. അറ്റ് ദി സെയിം ടൈം അഥവാ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഷെയറോ അവരുടെ കയ്യിലിരിക്കുന്ന സെക്യൂരിറ്റി അവർ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നല്ലൊരു തുക അവർക്ക് എന്ത് ചെയ്ത് കിട്ടണം, ഇൻക്രീസ് ചെയ്ത് കിട്ടണം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് അതിന് മാക്സിമം ആ ഒരു ഇത് കൊടുത്തു എന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, പറയാനായിട്ട് സാധിക്കുള്ളൂ. സോ ദിസ് ഓൾവേസ് ദ company or always the business organization should ensure this fair return to the investors. And next one, the last one, the 23rd principle is that avoid as far as possible all litigation and coercion. രണ്ട് വാക്കുകളാണ് അവിടെ പറയുന്നത് ഈ പ്രിൻസിപ്പിളിൽ അല്ലേ. litigation. And what do you mean by litigation? Litigations means filing suit against various persons and against various companies, or taking legal actions. That is litigation. As far as possible അതിലേക്ക് നമ്മൾ പോവരുത്. അതായത് മറ്റുള്ളവർക്കെതിരെ പരാതി കൊടുക്കുക, കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്യുക എന്നുള്ള രീതികളിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്കെതിരെ കേസ് കൊടുത്തോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളതൊന്നും ചെയ്യില്ല, അവർ വേണ്ട രീതിയിൽ ലീഗൽ പ്രൊസീജിയേഴ്സ് എടുത്തോട്ടെ എന്ന് പറയുന്ന ആ ഒരു മനോഭാവമാവുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഗുഡ് വിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതെത്രത്തോളം കോടതിയിൽ കേസിന് പോയിട്ടുണ്ട് എന്നുള്ളതിനെ ഒരു പരിധി വരെ അതെന്ത് ചെയ്തിരിക്കുന്നു, ആശ്രയിച്ചിരിക്കുന്നു അല്ലേ. എത്ര കേസ് അതിൻ്റെ പേരിൽ പെൻഡിങ് ഉണ്ട്, എത്ര എണ്ണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എത്ര എണ്ണത്തിന് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഇതൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഗുഡ് വില്ലിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ലിറ്റിഗേഷൻ. ഒരു വാക്കും കൂടി അവിടെ വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് കൊയേഷൻ. എന്താണ് ഈ കൊയേഷൻ എന്ന് പറയുന്ന സംഭവം? കൊയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധിക്കുക, അതായത് ഫോഴ്സ്ഫുള്ളി ഒരാളെ എന്താ പറയുക, ഒരു കാര്യം ചെയ്യിപ്പിക്കുക. ഫോഴ്സ്ഫുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം നമുക്ക് ഫോഴ്സ് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ അവരെ മാനസികമായിട്ട് എന്താ പറയുക, ഫോഴ്സ് ചെയ്യാം. മാനസികമായിട്ട് അവരെ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഉപദ്രവം നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കുക. ഇത് രണ്ടും കൊയേഷൻ തന്നെയാണ്. അപ്പം അങ്ങനെ കൊയേഷനിലൂടെ നമുക്ക് അങ്ങനെ ചില ആൾക്കാരെ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കാനും, ചില ആൾക്കാരെ ഓർഗനൈസേഷനിലേക്ക് വരുത്തിക്കാനും, ചില ആൾക്കാരെ നമുക്ക് ലോണ് ഗ്രാൻഡ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ നമുക്ക് പ്രേരിപ്പിക്കുക, അങ്ങനെയുള്ള കൊയേഴ്സ് ചെയ്ത് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ആവുന്നതും എന്ത് ചെയ്യാതിരിക്കുക എന്നുള്ള. അപ്പം ലിറ്റിഗേഷൻസും കൊയേഷൻസും ഒക്കെ ആവുന്ന അതുപോലുള്ള ഫ്രോഡലൻ്റ് പ്രാക്ടീസുകളൊക്കെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ആവുന്നതും ഒഴിവാക്കുക എന്നുള്ളതാണ് ആര് പറയുന്നത്, നമ്മുടെ കോക്സ് റൗണ്ട് ടേബിൾ നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 23 പ്രിൻസിപ്പിളാണ് കോക്സ് റൗണ്ട് ടേബിളിൽ നമ്മൾ എന്ത് ചെയ്തത്, കണ്ടത്. കുറച്ച് ഓരോ സെൻറ്റൻസുകൾ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മെയിൻ ആ ഒരു എസെൻസ് ആയിട്ടുള്ള കാര്യം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനുള്ളൂ. ഓരോന്നിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോയിന്റുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കമ്പൈൻ ചെയ്ത് വേണമെങ്കിൽ ഈ 23 എന്നുള്ളത് ഒരു 18 17 എണ്ണത്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചുരുക്കി എഴുതാവുന്നതാണ്. അതല്ല 23 എണ്ണം പഠിക്കാം, കുഴപ്പമൊന്നുമില്ല, പഠിക്കാനായിട്ട് കുഴപ്പമില്ല. അതേസമയം ഓർമ്മ വയ്ക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച്
പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. അപ്പോൾ ഈ ഒരു കോക്സ് റൗണ്ട് ടേബിൾ ഗൈഡ് ലൈൻസ് ഓൺ എത്തിക്കൽ ബിസിനസ് കണ്ടക്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന 3ാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മളിപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് എത്തിക്സ് എന്താണ്, എത്തിക്കൽ തിയറീസ് എന്തൊക്കെയാണ്, അതാണ് എത്തിക്കൽ തിയറീസ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എലമെൻറ്റ്സ്, അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ്, വ്യൂ പോയിൻറ്റ്സ് അല്ലേ, അങ്ങനെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള സബ് പോയിൻ്റ്. അതുപോലെ തന്നെ എത്തിക്കൽ തിയറീസ് പോലെ തന്നെ അവിടെ വരുന്ന വേറൊരു ടോപ്പിക്കാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ടു ഹോസ്റ്റ് കൺട്രീസ്. അതിനുശേഷമാണ് കോക്സ് റൗണ്ട് ടേബിൾ എന്ത് വരുന്നത്, എത്തിക്കൽ ഗൈഡ് ലൈൻസ് വരുന്നത്. പഠിക്കാൻ എളുപ്പമാണ്, നന്നായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. സോ ഇതോടുകൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ, ഇനി അടുത്ത ചാപ്റ്റർ നമ്മൾ ഇത് എത്തിക്സിൻ്റെ തന്നെ തുടർച്ചയാണ് എങ്കിലും വേറൊരു ചാപ്റ്ററിൻ്റെ പേരിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ചാപ്റ്ററിൻ്റെ പേര് CSR അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററായിട്ടാണ് നമുക്കിനി എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. സോ ദിസ് ക്ലാസ് ക്യാൻ ബി കൺക്ലൂഡഡ്. താങ്ക് യു.